മുസ്ലിം ലീഗിൻ്റെ ഏറ്റെടുത്ത പദ്ധതി അതിപ്പോൾ അതിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ആ ദുരന്തമുണ്ടായ ആ സമയം മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രയാസം, കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, കുടുംബവും വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവശേഷിച്ചവർക്ക് താഴെ ഭൂമി മേൽ ആകാശം എന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളത് ഏറ്റെടുത്തു. ഞങ്ങൾക്ക് സംഭാവനകൾ നൽകി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വിഭവ സമാഹരണം നടത്താൻ സാധിച്ചു. അപ്പോൾ അതിന് ഇവിടെ 11 ഏക്കർ സ്ഥലം എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെ മെയിൻ റോഡിന് സമീപത്ത് തന്നെ മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള 11 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്ന് അതിൻ്റെ 105 വീടുകളുടെ അതിൻ്റെ ആദ്യ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. മീഡിയ ഒക്കെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം കേട്ടോ. നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നുള്ള പ്രതീക്ഷ എങ്ങനെയാണ്? ഞങ്ങൾ 8 മാസമാണ് പറയുന്നത്. ഞങ്ങളുടെ പിന്നെ അതിൽ കോൺട്രാക്ടർ ഇവിടെ തന്നെ ഉണ്ട്, അദ്ദേഹം അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺഫ്ലിക്റ്റുകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, അത് ഇപ്പോൾ ഒരു വിവാദം ഞങ്ങളെ ഭൂമി നല്ലതാണോ, ഇപ്പോൾ നിങ്ങൾക്ക് ദൃക്സാക്ഷികളാവാലോ. ഈ റോഡ് കണ്ടില്ലേ, മുട്ടിൽ ഓർഫനേജിൻ്റെ തൊട്ടടുത്ത് ഇത്ര മെയിൻ റോഡിൻ്റെ വക്ക് ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ശരിയാണ്, തങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും. ഫണ്ട് കുറച്ചും കൂടി അത് ഞങ്ങൾ കണ്ടെത്തും, പാർട്ടി അത് ചെയ്യും. പക്ഷേ ആദ്യമേ തങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതിനാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാണ് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ഞാനതാ പറഞ്ഞു. ഇനി തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയിലാണ്. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷപാതം പറ്റൂലല്ലോ, അത് എല്ലാവർക്കും ഒരു നിയമമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് കാരണം അതാണ്. 8 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ അതല്ല, ഞങ്ങൾ പദ്ധതി ഇന്ന് ധൈര്യമായിട്ട് തുടങ്ങണതിൻ്റെ ഞങ്ങളുടെ കോൺഫിഡൻസിന് കാരണം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം പൂർണ്ണമായിട്ട് കിട്ടും. പിന്നെ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് ഇത് ഞങ്ങൾ പാർട്ടി കൊടുത്തതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അവരെല്ലാവരും കൂടി കോൺട്രാക്ടറേറ്റും ഒരു നല്ല സൂപ്പർവൈസറെ വെച്ചിട്ടുണ്ട്, ഒരു PWD എഞ്ചിനീയർ. അതെ, ഒന്നിലും കോംപ്രമൈസ്, നല്ല ആർക്കിടെക്റ്റ്, നല്ല കോൺട്രാക്ടർ, ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ. പണം കുറച്ച് കൂടി കൂടുതൽ ഞങ്ങൾ കണ്ടെത്തണം, അത് പാർട്ടി കണ്ടെത്തും. ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള നിലക്കാണ് ഇതിന് നിശ്ചയിച്ച കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കും. എന്തായാലും ഇക്കാര്യങ്ങളാണ് നേതാക്കൾ ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുമാണ് സംസാരിച്ചത്. ടൗൺഷിപ്പ് നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ദീപക് മോഹൻ 105 വീടുകൾ എന്ന് പറയുകയുണ്ടായി. 8 മാസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും റോഷ്നി, 8 മാസം കൊണ്ട് വീടുകളുടെ പണി പൂർത്തീകരിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതിക്കാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങുകളൊക്കെ നടന്നത്. ഏതായാലും ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ദുരന്തബാധിതർക്ക് വീട് ഒരുക്കണമെന്നത് അവരുടെ സൗകര്യാർത്ഥം കൂടിയാണ് മുസ്ലിം ലീഗ് ഈ മേഖലയിൽ തന്നെ ഭൂമി കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടന ചടങ്ങ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ്
സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ നടന്നത്. ഇതിനുശേഷം ഇനി മുസ്ലിം ലീഗിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. അതോടൊപ്പം നിർമ്മാണ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലങ്ങളിൽ ഏകദേശം 68ഓളം വീടുകൾ ഈ മേഖലയിൽ തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാണ് തീരുമാനമുള്ളത്. അതനുസരിച്ച് നാളെ മുതൽ തന്നെ ബാക്കിയുള്ള ജോലികളും ആരംഭിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 8 സെന്റിൽ 1000-ലധികം സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. 200 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിലുള്ള അടിത്തറയോടുകൂടി ബലപ്പെടുത്തിയാണ് ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതും. നിർമ്മാണ പ്രവൃത്തിക്ക് ശേഷമാണ് ഇന്ന് ഈ ചടങ്ങിന് ശേഷമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക യോഗവും ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് ടൗൺഷിപ്പ് നിർമ്മാണ ഉദ്ഘാടനമാണ് ഇപ്പോൾ കണ്ടത്.